പണ്ടൊക്കെ രാഷ്ട്രീയ ഗുണ്ടാസം കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആലോചിച്ച് രഹസ്യമായൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണിക്കുന്ന ഗുണ്ടായിസം പരസ്യമായിട്ടാണ്. അതുപോലെ ഖജനാവ് കൊള്ളയടിക്കുന്ന കാര്യമായാലും ഖജനാവിലെ പണമെടുത്ത് എന്തോ തോന്നിയാസം കാണിക്കുന്ന വിധത്തിലായാലും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ പാർട്ടി നടത്തിയിട്ടുള്ള നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത്. സർക്കാരിന്റെ ചെലവിൽ, പൊതുജനങ്ങളുടെ ചെലവിൽ നടത്തിയ പാർട്ടി പ്രചരണമായിരുന്നു. അത് പാർട്ടി ഫണ്ടെടുത്ത് ചെയ്തതല്ല, ഖജനാവിലെ പണമെടുത്ത് ചെയ്തതാണ്. അല്ലെങ്കിൽ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പണമെടുത്ത് ചെയ്തതാണ് നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത്. ഞാനീ പറഞ്ഞു വരുന്നത്, ഈ നവകേരള ധൂർത്ത് എന്ന പരിപാടി കഴിഞ്ഞ 1.5 മാസമായി കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അതിൽ വടക്കു മുതൽ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പിണറായി വിജയന്റെ വലിയ ഫോട്ടോ, അതുപോലെ അതിലുള്ള മറ്റു മന്ത്രിമാരുടെ അടങ്ങുന്ന ഫ്ലക്സ്, ബോർഡുകൾ എല്ലാം അതുകൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഓരോ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ വേദിക്കരികിലും അതുപോലെ അതിന്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ അലങ്കാര ദീപങ്ങൾ തെളിച്ചും അതല്ലാതെ ഫ്ലക്സ് ബോർഡുകൾ നിറച്ചും ഒക്കെ വളരെ വലിയ ആഘോഷമാക്കിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ബോർഡുകൾ പലതും നീക്കം ചെയ്തിട്ടില്ല, അതൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെ പരിപാടികൾ ഇതുപോലെ മറ്റു പല ഭാഗത്തും കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുമ്പോൾ അവിടെയൊക്കെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ മറ്റ് അലങ്കാര ദീപങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലക്സ് ബോർഡുകളും അലങ്കാര ദീപങ്ങളും ബോർഡുകളും ബാനറുകളും വേണം എന്നല്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പക്ഷെ തൃശ്ശൂരിലെ മേയർക്കും അതുപോലെ CPM-നും അതങ്ങനെയല്ല എന്നാണ് മനസ്സിലാകുന്നത്. തൃശ്ശൂരിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ്. നരേന്ദ്രമോദി വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP അവിടെ ബോർഡുകൾ സ്ഥാപിക്കും. എന്നാൽ ആ ബോർഡുകളെല്ലാം കോർപ്പറേഷന്റെ വക വാഹനം വിട്ടുകൊടുത്തുകൊണ്ട് ആ ബോർഡുകളെല്ലാം ഒന്നൊന്നായി എടുത്ത് നശിപ്പിക്കുന്ന, ബാനറുകൾ അടിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇത് സത്യത്തിൽ ഒരുതരം അരോചകത്വമാണ്. അതായത് നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ അതിനെ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ 1.5 മാസമായി തൃശ്ശൂരിൽ നിരത്തിയിട്ടുള്ള ഫ്ലക്സിന്റെ 4-1 പോലും BJP നിരത്തിയിട്ടില്ല എന്ന് ഓർക്കണം. പിന്നെ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? അതുമാത്രമല്ല, വഴി നടക്കാൻ പറ്റാത്ത വിധം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട്, സിഗ്നൽ ലൈറ്റുകൾ കാണാത്ത വിധം അത് മറച്ചുകൊണ്ടൊക്കെ CPM-ന്റെ ബോർഡുകൾ, പ്രചരണ ബോർഡുകൾ, അതുപോലെ നവകേരള ധൂർത്തിന്റെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു, ബോർഡുകളും ബാനറുകളും. എന്നാൽ BJP തൃശ്ശൂർ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരൊറ്റ ബോർഡ് പോലും ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിഗ്നലുകൾ മറിച്ചോ മറ്റെന്തിനെങ്കിലും തടസ്സപ്പെടുത്തിയോ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും BJP-യുടെ ബോർഡുകൾ തൃശ്ശൂരിൽ സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മേയർ ധാർഷ്ട്യം പിടിക്കുന്നത് എന്തിനാണ്? പിണറായി വിജയൻ ധാർഷ്ട്യം പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ CPM-ന് മാത്രം ബോർഡുകൾ സ്ഥാപിച്ചാൽ മതിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ, വിശേഷിച്ച് തൃശ്ശൂരിൽ വരുമ്പോൾ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച ഫ്ലക്സ് ബോർഡ് വെക്കാൻ പാടില്ല എന്ന് കേരള മുഖ്യം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള ധൂർത്ത് തുടങ്ങുമ്പോൾ ഒരു ജനകീയ സമ്പർക്ക യാത്രയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കണ്ണൂർ എത്തിയപ്പോൾ മനസ്സിലായി ജനസമ്പർക്ക യാത്രയല്ല എന്നും ഒരു ജനദ്രോഹ യാത്രയാണെന്നും ധാർഷ്ട്യത്തിന്റെയും ഹുങ്കിന്റെയും മൊമ്പത്തരത്തിന്റെയും ഒരു തണ്ട് മാത്രമാണ് ഈ നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത് എന്ന് മനസ്സിലായി. അത് തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയപ്പോൾ അതിനെ അടിച്ചമർത്തി തലയടിച്ച് പൊട്ടിച്ച് നടുതല്ലി പൊളിച്ച് അതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM, ഭരണകക്ഷിയാണ് CPM. അതുപോലെ കേരളത്തിന്റെ രാജാവാണ്, മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹമാണ് പറഞ്ഞത് ഇത്തരത്തിൽ ജനങ്ങളെ തലതല്ലി പൊളിക്കുന്നതെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന്. എന്നാൽ ആ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന അടക്കമുള്ള മേഖലകൾ മുഴുവൻ നിറഞ്ഞു നിന്ന ഫ്ലക്സ് ബോർഡുകൾ ശ്രീ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന മന്ത്രിമാരുടെയും തലകൾ വെച്ചതായിരുന്നു. അതിലേറ്റവും വലിയ തലയും വലിയ ഫ്ലക്സും എല്ലാം ശ്രീ പിണറായി വിജയന്റേതായിരുന്നു. കേരള മുഖ്യമന്ത്രിയെക്കാളും ഒരുപടി കൂടി മുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഫ്ലക്സ് വയ്ക്കുന്നത് കൊണ്ടോ പ്രധാനമന്ത്രി മറ്റന്നാൾ വരുന്ന ആ പരിപാടി പങ്കെടുക്കാൻ വരുമ്പോൾ അവരതിനെ ആഘോഷമാക്കാൻ വേണ്ടി ബാനറുകൾ സ്ഥാപിക്കുന്നത് കൊണ്ടോ അസഹിഷ്ണുത ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റന്നാൾ കഴിയുമ്പോൾ അവർ തന്നെ ആ ബോർഡൊക്കെ എടുത്ത് മാറ്റിക്കോളും. ഇനി അത് കഴിഞ്ഞിട്ട് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോയാൽ മതി, അപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ മതി. ഏതായാലും ഒരു പരിപാടി നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ചില നാറിയ കളികൾ കളിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ നിലവിലുള്ള സമാധാനം നശിപ്പിക്കാനേ ഉതകൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രധാനമന്ത്രി മറ്റന്നാൾ വരുമ്പോൾ ഇന്നേ ആ ബോർഡുകളെല്ലാം നീക്കം ചെയ്യുമ്പോൾ BJP അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? 1-ന് 10 വെക്കും, 10-ന് 100 വെക്കും. ആ രീതിയിൽ അവർ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും സൈകിടുമ്പോൾ മേയർക്ക് ഒരുപക്ഷെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ പോലീസുകാർക്ക് പണിയാവുമെന്ന് പറയുന്നുണ്ട്. അസഹിഷ്ണുതയുള്ള ഒരു സാഹചര്യം ഒടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്തരത്തിൽ ചില നാടകങ്ങൾ? എന്താണ് CPM-ന് ഇത്ര ചൊറിച്ചിൽ? മറ്റന്നാൾ തൃശ്ശൂർ വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുറച്ച് ഫ്ലക്സുകൾ ഇവിടെ വെച്ചാലുള്ള കുഴപ്പം? അല്ലെങ്കിൽ തീരുമാനിക്കണം,
കേരളത്തിൽ ഒരു പാർട്ടിയുടെയും ഫ്ലക്സുകൾ വേണ്ട. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ഫ്ലക്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. സമ്മതിച്ചു. ഒരു പാർട്ടിയുടെ വെക്കണ്ട, ഒരു ബോർഡിന്റെ വെക്കണ്ട, പാർട്ടി എന്നുള്ളതല്ല, ഒരു സ്ഥാപനത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് വഴിയിൽ വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം. ഇത് യൂത്ത് കോൺഗ്രസിന് വെക്കാം, മറ്റു കോൺഗ്രസിന് വെക്കാം, മറ്റ് പാർട്ടികൾക്ക് വെക്കാം, CPM-ന് വെക്കാം, മറ്റെല്ലാവർക്കും വെക്കാം. BJP-ക്ക് മാത്രം വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ധാർഷ്ട്യമാണ്. അത് ഇപ്പൊ കേരളത്തിൽ കുറച്ച് സമാധാനത്തിൽ പോകുന്നുണ്ട്. ആ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഏതു വിധനെയും ധാർഷ്ട്യത കളിക്കാനുള്ള CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പരിപാടിയാണെന്ന കാര്യത്തിൽ ആ സംശയമില്ല. അതൊന്നും വില പോവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ അതിനാവശ്യമായ ഫ്ലക്സുകളും ബോർഡുകളും ബാനറുകളും അവർ സ്ഥാപിക്കും. അത് നീക്കം ചെയ്യാൻ അനവസരത്തെ വരുന്നവരെ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർന്നു എന്ന് പരിതപിക്കുകയും ചെയ്യും. അതിന് തുനിയുന്നതിന് പകരം പ്രധാനമന്ത്രി വരട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ വരുന്നത്. ആ പ്രധാനമന്ത്രിക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ കുറച്ച് പ്രചരണ പോസ്റ്ററുകളും ബാനറുകളും അവിടെ ഇരുന്നോട്ടെ, അതിനെന്താ കുഴപ്പം? ഏതായാലും അത് വലിച്ചെറിയുമ്പോൾ CPM-നും അതുപോലെ മറ്റു പാർട്ടികൾക്കും ഒക്കെ ഇനിയും ബാനറുകളും കാര്യങ്ങളും വെക്കാനുണ്ടെന്നും നിലവിൽ മാന്യമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് പോകുന്നതെന്നും ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്.